ഓം 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 ഗം ഗണപതയേ നമഃ. ഓം സംസരസ്വത്യേ നമഃ. ഓം ഗം ഗുരുഭ്യോ നമഃ. ഓം ബ്രഹ്മാ വിഷ്ണു രുദ്ര മഹേശ്വര സദാശിവ ദുർഗാലക്ഷ്മി സരസ്വതി സാവിത്രി രാധാദേവ്യൈ നമഃ. ഓം പ്രസീദ വിശ്വേശ്വരി വിശ്വപ്രസീദേ പ്രസീദ വിശ്വേശ്വരി വേദരൂപിണി പ്രസീദ മായാമി മന്ത്രവിഗ്രഹേ പ്രസീദ സർവേശ്വരി സർവരൂപിണി. ഓം ശാന്തി ശാന്തി ശാന്തി. ആനോ ഭദ്രാഹ കൃതവോ യന്തു വിശ്വതഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം. സർവവേദാന്തസിദ്ധാന്തഗോചരം തമഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരും പ്രണതോസ്മ്യഹം. ഓം ശ്രീ സദ്ഗുരു പരമാത്മനേ നമഃ. ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പരാശക്തിയുടെയും ആദിശങ്കര ഭഗവത്പാദരുടെയും അനുഗ്രഹം കൊണ്ട് നാം ഇപ്പോൾ സൗന്ദര്യലഹരി എന്ന മഹാസ്തോത്രത്തിൻ്റെ അർത്ഥമാഹാത്മ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുകയാണ്. ഇന്ന് 27ാമത്തെ സ്തോത്രത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചാണ് അറിയാൻ പോകുന്നത്. ഈ സ്തോത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ ജീവിതം വളരെ എളുപ്പമായി തീരും. ഭക്തിമാർഗത്തിൽ പലവിധമായ നേട്ടങ്ങളെ നമുക്ക് നേടിയെടുക്കാൻ സാധ്യമാകും. ഈ സ്തോത്രത്തിന് പറഞ്ഞിരിക്കുന്ന മന്ത്രം ഓം ശ്രീ പുസ്തക ഹസ്തായൈ നമഃ. ഓം ശ്രീ പുസ്തക ഹസ്തായൈ നമഃ. എന്തിനു വേണ്ടിയാണ് ഈ സ്തോത്രം അല്ലെങ്കിൽ സ്തോത്രത്തിൻ്റെ ഫലശ്രുതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മജ്ഞാനം ഉണ്ടാകുവാൻ വേണ്ടിയാണ് ഈ സ്തോത്രത്തെ ആദിശങ്കര ഭഗവത്പാദർ നിർമ്മിച്ച് പരാശക്തിയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചത്. സങ്കല്പത്തിൽ ആത്മജ്ഞാന പ്രാപ്ത്യർത്ഥം 27 ശ്ലോകം ജപേത് എന്നാണ് സങ്കല്പം ചെയ്യുന്നത്. 6 വിധത്തിലുള്ള ഐക്യമായ ധ്യാനം, 6 വിധത്തിൽ ചെയ്യപ്പെടേണ്ടതായിരിക്കുന്ന ധ്യാനം അല്ലെങ്കിൽ ആത്മസമർപ്പണത്തെക്കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്നത്. നമുക്കറിയാം, ഭാഗവതത്തിൽ ശ്രവണം, കീർത്തനം, വിഷ്ണോഹോ സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യ, ആത്മനിവേദനം. 9ാമത്തെ ഭക്തി ലക്ഷണം അല്ലെങ്കിൽ ഭക്തി ക്രിയ ആകുന്നു ആത്മസമർപ്പണം. ഇവിടെ ആദിശങ്കര ഭഗവത്പാദർ പറയുന്നത് ജീവിതത്തെ അനാവശ്യമായി കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജീവിതം വളരെ സുഖമായി ആനന്ദകരമായി ഭഗവാന് വേണ്ടി സമർപ്പിച്ച് ചെയ്താൽ മാത്രം മതി എന്നുള്ള ഒരു ഉദ്ദേശത്തെയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ജപിക്കേണ്ട രീതി രാവിലെ കിഴക്ക് മുഖം നോക്കിയിരുന്ന് 45 ദിവസവും 1000 പ്രാവശ്യം വീതം ഈ ശ്ലോകത്തെ ജപം ചെയ്ത് സിദ്ധി വരുത്തുകയാണെങ്കിൽ അവർക്ക് ആത്മജ്ഞാനമുണ്ടായി മോക്ഷം എന്ന് പറയപ്പെടുന്ന പരാശക്തിയുടെ തൃപ്പാദങ്ങളിൽ ഐക്യമാവാൻ സാധ്യമായി തീരും. നിവേദ്യം പാല് അല്ലെങ്കിൽ ശർക്കര പായസം, മധുരമുള്ള പായസം എന്തു വേണമെങ്കിലും പരാശക്തിക്ക് സമർപ്പിക്കാവുന്നതാണ്. മന്ത്രസിദ്ധി ലഭിക്കുവാനും പരാശക്തിയെ നേരിട്ട് ദർശനം ചെയ്യുവാനും ഈ സ്തോത്രപാരായണം കൊണ്ട് സാധ്യമാകുന്നു എന്നുള്ള ഒരു വിശേഷ ഫലം ഇത് കൊടുത്തിട്ടുണ്ട്. സ്തോത്രം എന്താണ് പറയുന്നത് നോക്കാം. ജപോജൽപഃ ശില്പം സകലമപി മുദ്രാ വിരചനാഗതിഃ പ്രാദക്ഷിണ്യക്രമണം അശനാദി ആഹൂതിവിധിഃ പ്രണാമഃ സംവേശഃ സുഖം അഖിലം ആത്മാർപ്പണദൃശ സപര്യാപര്യായഃ തവ ഭവതു യന്മേ വിലസിതം. ജപോജൽപഃ ശില്പം സകലമപി മുദ്രാ വിരചനാ ഗതിഃ പ്രാദക്ഷണ്യ ക്രമണ അശാനാധ്യാഹൂതിവിധിഃ പ്രണാമഃ സംവേശഃ സുഖമഖിലമാത്മാർപ്പണദൃശ സപര്യാപര്യായസ്തവ ഭവതു യന്മേ വിലസിതം. വളരെ അധികം അർത്ഥഗർഭമുള്ള ഒരു സ്തോത്രം എങ്ങനെയാണ് ആദിശങ്കര ഭഗവത്പാദർക്ക് നിരൂപിക്കാൻ സാധിച്ചത് അല്ലെങ്കിൽ നിർമ്മിക്കാൻ സാധിച്ചത് നോക്കുകയാണെങ്കിൽ, ഭഗവത്പാദർ പരാശക്തിയുടെ തൃപ്പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് എണീറ്റിരുന്ന് പരാശക്തിയുടെ തിരുമുഖത്തിൽ നോക്കി ധ്യാനിക്കുന്ന നേരത്ത് അംബിക ഭഗവത്പാദരുടെ ബുദ്ധിയിലൂടെ, കാരണം ദൈവത്തിന് മാത്രമേ ദൈവത്തെക്കുറിച്ച് അറിയുള്ളൂ, നമ്മളെല്ലാം ദൈവത്തെ അറിയാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന് സമം ദൈവം മാത്രമാണ്.
ദൈവനാമം ആണ് ദൈവത്തിൻ്റെ അഡ്രസ്സ്, വിലാസം. അപ്പോൾ ദൈവം നമ്മളിൽ എന്ത് തോന്നിക്കുന്നുവോ അതിനെക്കുറിച്ച് മാത്രമേ നമുക്കറിയാൻ സാധ്യമാവുകയുള്ളൂ, മൊത്തം അറിയുന്നതല്ല. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കുന്ന നേരത്ത് ആ ഇംപ്രഷനിലെ നെഗറ്റീവ് എത്രത്തോളം ലൈറ്റ് എക്സ്പോസ് ചെയ്യുന്നതോ അത്ര മാത്രമേ അത് പിടിച്ചെടുക്കുന്നുള്ളൂ ആ ഫിലിമിനകത്ത്. ബാക്കിയുള്ള സ്ഥലമെല്ലാം അത് ബ്ലാക്ക് ആയിട്ട് കാട്ടും. അതുമാതിരിയാണ് നമുക്ക് ദൈവം എന്ത് അറിവ് തരണം ഈ ജന്മത്തിൽ, നാം എത്രത്തോളം ദൈവത്തെക്കുറിച്ച് അറിയാൻ നമ്മൾ അർഹതരാണ് എന്നുള്ള തീരുമാനമെല്ലാം തന്നെ പ്രകൃത്യാ ദൈവ തീരുമാനം മുമ്പിലേ നടന്നിട്ടുള്ളതാണ്. നമ്മൾക്ക് വരാൻ പോകുന്ന ഇനി 10ാമത്തെയോ 20ാമത്തെയോ ജന്മത്തിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള പ്ലാൻ പോലും ഇപ്പോൾ തന്നെ റെഡിയാണ്. പക്ഷേ വരാൻ പോകുന്നതിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും. കാരണം ഈ ജന്മത്തിൽ നാം ചെയ്യപ്പെടുന്ന സുഹൃതങ്ങളെ കൊണ്ട് അത് ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഭഗവത്പാദരുടെ ബുദ്ധിയിലൂടെ പരാശക്തി തൻ്റെ ആശയത്തെ അറിയിക്കുന്നു. അങ്ങനെയാണ് പറയുന്നത്, ആദിശങ്കര ഭഗവത്പാദർ വളരെ കഠിനമായി തന്നെ ധ്യാനയോഗാദികൾ ചെയ്യുന്ന ഒരു വ്യക്തിയാകുന്നു. ധ്യാനയോഗം ചെയ്യാനോ മെഡിറ്റേഷനിലിരിക്കാനോ സമാധിയിലിരിക്കാനോ ഒന്നും ആരും പറഞ്ഞു കൊടുക്കണ്ട ശങ്കരന്. കാരണം പരമേശ്വരൻ്റെ അവതാര സ്വരൂപമാണ് ആദിശങ്കര ഭഗവത്പാദർ. അങ്ങനെയിരിക്കെ അദ്ദേഹത്തിന് ഇതൊരു വലിയ കാര്യമൊന്നുമല്ല. ജപഹ ജൽപഹ, ജൽപ്പം എന്ന് കഴിഞ്ഞാൽ വെറുതെ കളിവാക്ക് പറയുന്നതിനും ജൽപ്പം എന്ന് പറയും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാരി വിളിച്ച് പറയുന്നതിനും ജൽപ്പം എന്ന് പറയും. ഇവിടെ പറഞ്ഞു വരുന്നത്, ഞാൻ പറയുന്ന എല്ലാ വാക്കുകളും പരാശക്തിയായ നിന്റെ മന്ത്രജപത്തിന് സമമാകണം, അല്ലെങ്കിൽ അത് മന്ത്രജപത്തിന് സമം തന്നെ എന്നാണ് ഞാൻ തീരുമാനിക്കുന്നത്. ശില്പം സകലമപി, കൈകൾ കൊണ്ട് ചെയ്യപ്പെടുന്ന ക്രിയകളെല്ലാം സംക്ഷോഭണാദി മുദ്രാകരണമായി തീരണം. പരാശക്തിക്ക് ദശമുദ്രാ സമാരാധ ത്രിപുര ശ്രീവശങ്കര്യൈ നമഃ എന്ന ലളിതാ സഹസ്രനാമത്തിലുണ്ട്. ദശമുദ്രകൾ കാട്ടി പരാശക്തിയെ പ്രീതിപ്പെടുത്തുന്നു. അതിൽ വളരെ പ്രാധാന്യമുള്ളതാണ് യോനിമുദ്ര, ഹൃലേഖാമുദ്ര, സംക്ഷോഭണാദി എന്ന് പറയപ്പെടുന്നു. സംക്ഷോഭണം എന്നുള്ളത് ഒരു മുദ്രയാണ്. അങ്ങനെയുള്ള എല്ലാ മുദ്രകൾ കാട്ടി ചെയ്യുന്ന ഒരു പൂജയ്ക്ക് സമമാകണം എന്ന് പറയുന്നു. മുദ്രാ വിരചനാഗതി, പ്രാദക്ഷണ്യക്രമണം അശനാദി, ഞാൻ നടക്കുന്നത് ഓടുന്നത് എല്ലാം തന്നെ നിനക്ക് വയ്ക്കുന്ന പ്രദക്ഷിണമായി തീരണം. പിന്നീടോ അശനാദി ആഹൂതി വിധിഹി, കഴിക്കുന്ന ആഹാരങ്ങളെല്ലാം തന്നെ നിനക്ക് ഞാൻ സമർപ്പിക്കുന്ന യാഗത്തിൽ അർപ്പിക്കുന്ന ആഹൂതിയായി മാറണം, ഹോമദ്രവ്യങ്ങളായി മാറി അതെല്ലാം ഞാൻ നിനക്ക് ചെയ്യുന്ന ഹോമത്തിന് സമമായി തീരണം. അല്ലെങ്കിൽ ആ ഹോമം ചെയ്തു കഴിഞ്ഞാൽ എന്ത് പ്രതിഫലമാണോ കിട്ടുക അത് ഞാൻ കഴിക്കുന്ന ആഹാരത്തിലൂടെ തന്നെ നീ എനിക്ക് സാധിപ്പിച്ചു തരണം. പ്രണാമഹ സംവേശഃ, മാത്രമല്ല ഞാൻ കിടന്നുറങ്ങണം. എല്ലാ ശരീരത്തിനും ഉറക്കം ബാധകമാണ്. പുരാണ കഥകളിൽ കേട്ടിടത്തോളം കാലം ഉറങ്ങാതെ ഇരുന്ന പല യോഗികളും ഉറങ്ങാറില്ല. അവർ കണ്ണടച്ചിരിക്കും, കണ്ണ് റെസ്റ്റ് കൊടുക്കുന്നല്ലാണ്ട് ഉറങ്ങില്ല. അവർക്ക് ഉറക്കത്തിൻ്റെ ആവശ്യമില്ല. കാരണം ഉറക്കം പഞ്ചഭൂതങ്ങളിൽ ഉള്ള ഒരു തത്വമാണ്. പഞ്ചഭൂതങ്ങളും പഞ്ചതന്മാത്രകളും ദശേന്ദ്രിയങ്ങളും ചേർന്നാണ് ഉറക്കത്തെ ഉണ്ടാക്കുന്നത്. അവരതെല്ലാം ജയിച്ചതുകൊണ്ട് ആ യോഗികൾക്ക് ഉറക്കത്തിൻ്റെ ആവശ്യം വരുന്നില്ല, ആഹാരത്തിൻ്റെ ആവശ്യം ഒന്നുമില്ല. അതായത് ശബ്ദസ്പർശ രൂപരസഗന്ധം എന്നുള്ള ഒരു ബന്ധവും ഇല്ലാതെ ജീവിക്കുന്നവരാണ് ഉത്തമമായിരിക്കുന്ന മഹായോഗികൾ. മഹായാഗക്രമാരാധ്യ മഹാഭൈരവ പൂജിതായ ലളിതാസഹസ്രം. മഹായോഗന്മാർ അല്ലെങ്കിൽ യോഗിമാരെല്ലാം ആണ് പരാശക്തിക്ക് പൂജ ചെയ്യുന്നത്. അപ്പോൾ പരാശക്തിയുടെ ലെവൽ എന്താണെന്ന് നോക്കണം. ഇത് IAS-ഉം IPSസും എല്ലാം കഴിഞ്ഞ് വന്നിട്ടുള്ളവർ ഒരു സാധാരണ സ്കൂളിൽ പോലും പോകാത്ത പൊളിറ്റീഷ്യനെ നോക്കി സല്യൂട്ട് അടിച്ച് എസ് ആർ പറഞ്ഞ് നിൽക്കുന്നത് മാതിരിയാണ്. അപ്പോൾ അവരുടെ ലെവൽ നോക്കണം. ആ ഒരു പൊസിഷനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. പ്രണാമഹ സംവേശഃ സുഖം, ഞാൻ കിടന്ന് ഉറങ്ങുന്നത് അല്ലെങ്കിൽ എൻ്റെ കിടപ്പ് നിനക്ക് ഞാൻ ചെയ്യുന്ന നമസ്കാരത്തിന് തുല്യമാകണം. സുഖം അഖിലം, ശബ്ദസ്പർശ രൂപരസഗന്ധം എന്ന് പറയപ്പെടുന്ന 5 തന്മാത്രകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ ശരീരത്തിൽ എല്ലാവിധമായ സുഖഭോഗങ്ങൾ ഉണ്ടായിത്തീരുന്നത്. സ്പർശം കൊണ്ടും ശബ്ദം കൊണ്ടും. ഇത് പല സ്തോത്രങ്ങളിലെല്ലാം വ്യാഖ്യാനം ചെയ്തിട്ടുള്ള ഒരു തത്വമാകുന്നു. ഈ 5 തന്മാത്രകളും ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കുന്ന അപൂർവം ചില ക്രിയകൾ മാത്രമേ നമ്മളുടെ ജീവിതത്തിലുള്ളൂ. അതിലൊന്ന് ആധ്യാത്മത്തിൽ നോക്കുകയാണെങ്കിൽ കുണ്ടലിനി അഭ്യാസമാകുന്നു. കുണ്ടലിനി യോഗധ്യാനം. അതും സമയമതമനുസരിച്ച് ചെയ്യണം. കൗളമതമല്ല, സമയമതമനുസരിച്ച് ചെയ്യുന്ന കുണ്ടലിനി യോഗത്തിലാണ് ഈ പഞ്ചഭൂതങ്ങളും അല്ലെങ്കിൽ പഞ്ചതന്മാത്രകളും ദശേന്ദ്രിയങ്ങളും 36 തത്വങ്ങളും ഒന്നിച്ചു ചേരുന്ന ഒരു പ്രക്രിയ. പിന്നീടുള്ളത് സാധാരണ എല്ലാ ജീവികൾക്കും ഉള്ളതായിരിക്കുന്ന
കാമഭോഗങ്ങൾ. ഇതിലും ഈ പഞ്ചഭൂതങ്ങളും പഞ്ചതന്മാത്രകളും പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചകർമ്മേന്ദ്രിയങ്ങളും എല്ലാം മിക്സ് ആവുന്നുണ്ട്. പിന്നെയുള്ളത് അപരോക്ഷജ്ഞാനം. ലോകത്തിൽ വളരെയേറെ അപൂർവമായിരിക്കുന്ന ജ്ഞാനമാകുന്നു അപരോക്ഷജ്ഞാനം എന്ന് പറയുന്നത്, പരോക്ഷമല്ലാത്തത്. ആ അപരോക്ഷജ്ഞാനത്തിലൂടെയും ഇതേമാതിരി തന്നെ പഞ്ചഭൂതങ്ങളും പഞ്ചതന്മാത്രകളും ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കും. അപ്പോൾ ഈ 3 വിധത്തിൽ മാത്രമേ ഈ സുഖങ്ങളെ അനുഭവിക്കാൻ സാധ്യമാവുകയുള്ളൂ. ഇവിടെ പറഞ്ഞു വരുന്നത് ശബ്ദസ്പർശ രൂപരസഗന്ധം എന്നുള്ള 5 പ്രക്രിയകൾ കൊണ്ടാണ് മനുഷ്യന്മാർ അല്ലെങ്കിൽ മറ്റു ജീവികൾ പ്രാണികളെല്ലാം തന്നെ സുഖഭോഗങ്ങളെ അനുഭവിക്കുന്നത്. അങ്ങനെയുള്ള എല്ലാവിധമായ സുഖഭോഗങ്ങളും പറയുന്നത് കണ്ണടയ്ക്കുക, തുറക്കുക എന്നുള്ള എല്ലാ കാര്യങ്ങളും ചേർന്ന് അതെല്ലാം തന്നെ ആത്മാർപ്പണ ദൃശ, ആത്മാർപ്പണ ബുദ്ധിയോടുകൂടി ഞാൻ നിനക്ക് ചെയ്യുന്ന പൂജയ്ക്ക് സമമാകണം. അപ്പോൾ നമ്മളുടെ ദൃഷ്ടി കൊണ്ടോ സ്പർശനം കൊണ്ടോ ഘ്രാണം കൊണ്ടോ, അതായത് മൂക്കൂട് മണക്കുക, ഘ്രാണം കൊണ്ടോ അല്ലെങ്കിൽ സ്പർശനം കൊണ്ടോ ഏത് രീതിയിലുള്ള സുഖഭോഗങ്ങളെ നാം അനുഭവിക്കുമ്പോഴും അതെല്ലാം പരാശക്തി ചെയ്യപ്പെടുന്ന വിശേഷമായ പൂജയ്ക്ക് സമമായി തീരണം എന്നാണ് പറയുന്നത്. സപര്യാപര്യായാഹ, പൂജയുടെ രൂപാന്തരമായിട്ട് അത് മാറണം. തവ ഭവതു, പരാശക്തിയുടെ ഈ ധ്യാനയോഗ പൂജയിൽ എന്മേ വിലസിതം, എൻ്റെ ധ്യാനയോഗം അങ്ങനെ ആയിത്തീരണം എന്ന് പറയുന്നു. ഷോഡശ ഉപചാരത്തിൽ ഉൾപ്പെടാത്തതാണ് ശബ്ദസ്പർശ രൂപരസഗന്ധം എന്നുള്ള ക്രിയകളെല്ലാം. എങ്കിൽ പോലും അതിനെയും ആത്മാർത്ഥമായി തന്നെ ബുദ്ധിയിലൂടെയും നാം സമർപ്പിക്കുന്നു പരാശക്തിയിലേക്ക് എന്നുള്ള ഒരു തത്വത്തെ പറയുന്നത്. പല ആയിരം ജന്മങ്ങളിൽ ചെയ്തെത്തിക്കുന്ന പുണ്യത്തിൻ്റെ ബലം കൊണ്ട് മാത്രമാണ് പരാശക്തിയായിരിക്കുന്ന മഹാത്രിപുരസുന്ദരിയായിരിക്കുന്ന ലളിതാപരമേശ്വരിയായിരിക്കുന്ന പരാശക്തിയെ ഒരു മനുഷ്യന് ഉപാസന ചെയ്യുവാനുള്ള ഭാഗ്യം ലഭിക്കുന്നത്. ഏതൊരു ആത്മാവിനാണ് ഇത് ഒടുവിലത്തെ ജന്മമാണ് എന്ന് സിദ്ധിച്ചിരിക്കുന്നുവോ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിരിക്കുന്നുവോ അവർക്ക് മാത്രമാണ് ദേവിയിൽ ഭക്തി ഉണ്ടാവുക. ദേവി ഭക്തി, നാം പൂജ ചെയ്യുന്ന എല്ലാ ദേവീദേവന്മാരും ദേവിയെ സർവപൂജിതായേ നമഃ എന്ന് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരാലും പൂജിക്കപ്പെടാൻ യോഗ്യതയുള്ളവളാകുന്നു പരാശക്തി. നാം പൂജ ചെയ്തു വരുന്ന ബ്രഹ്മാവിഷ്ണു രുദ്രന്മാരാണ് ഏറ്റവും വലിയ ദൈവചിഹ്നങ്ങൾ. എല്ലാ ദേവീദേവന്മാരും അവരിൽ നിന്ന് ഉദ്ഭവിച്ചിട്ടുള്ളവരാണ്, അവരിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു തലപ്പത്തിരിക്കുന്ന ആ 3 ബ്രഹ്മാദികൾ പോലും ശക്തിയെ പൂജിക്കുന്നത് കൊണ്ട് എല്ലാം ശക്തിയിലായിത്തീരുന്നു എന്നുള്ള ഒരു തത്വത്തെയും ഇതിൽ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സമയമത പൂജയിലുള്ള പ്രമാണിയാണ് ആദിശങ്കര ഭഗവത്പാദർ. അതായത് പരാശക്തിയെ ധ്യാനം ചെയ്ത് പരാശക്തിയെ വന്ന് കുണ്ടലിനി എന്നുള്ള പേരിൽ, മൂലാധാരത്തിൽ പരാശക്തി എന്ന നാമത്തിലും സഹസ്രപത്മത്തിൽ ത്രിപുരസുന്ദരി എന്നുള്ള പേരിലുമാണ് ശക്തി അറിയപ്പെടുന്നത്. അങ്ങനെ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരം, അനാഗത, വിശുദ്ധം, ആജ്ഞ, സഹസ്രദളപത്മം എന്നുള്ള ഈ 6 ഷഡാധാര ചക്രങ്ങളിലൂടെ സഞ്ചാരം ചെയ്ത് നമ്മളുടെ ശിരോപത്മമായിരിക്കുന്ന സഹസ്രാര പത്മത്തിൽ ശിവനുമായി ആമോദിച്ച് അതിലൂടെ തൃപ്തിയും സന്തോഷവും സുഖവും അമൃതപാനവും ചെയ്ത് എല്ലാവിധമായ നാഡീനരമ്പുകൾ 72,000 നാഡീനരമ്പുകളെയും നനപ്പിച്ച് പരിശുദ്ധമാക്കുകയും ദിവ്യമാക്കി തീർക്കുന്ന ആ ശക്തി ഉപാസനയ്ക്ക് സമയമതം എന്ന് പറയപ്പെടുന്നു. ആ സമയമതത്തിൽ പ്രമാണിയാണ് ആദിശങ്കര ഭഗവത്പാദർ. ധ്യാനിക്കുന്നവരെല്ലാം മനസ്സിനകത്ത് ധ്യാനിച്ച് പൂജിക്കുന്ന എല്ലാവരും സമയമതക്കാരാകുന്നു. സമയമതം ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഗതിയാണ്. കാരണം എല്ലാ പൂജകൾക്കും മുമ്പിലായിട്ട് മാനസ പഞ്ചോപചാര പൂജാൻ കരിഷ്യേ യം പ്രതിവിധത്വാത്മികായേ ശ്രീലളിതാംബികായേ ഗന്ധം കൽപ്പയാമി നമഃ. അങ്ങനെ പഞ്ചഭൂതങ്ങളെ ഗന്ധപുഷ്പധൂപദീപം എന്നുള്ള രീതിയിൽ മാറ്റി മാനസികമായി പൂജ ചെയ്ത ശേഷം യഥാശക്തി ഗുരുമന്ത്രം ജപേത് എന്ന് പറഞ്ഞ് ഗുരുവിൽ നമുക്ക് തന്നിരിക്കുന്ന മന്ത്രത്തെ ഉപാസന ചെയ്ത ശേഷമാണ് നമ്മൾ ലളിതാ സഹസ്രം ജപിക്കാൻ പുറപ്പെടുന്നത്. അതുമാതിരി ഏത് സഹസ്രമാണെങ്കിലും ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ സമയമതത്തിൽ സാധാക്യ കലാപൂജ എന്ന് പറയപ്പെടുന്ന സഹസ്രാരദള പത്മത്തിൽ ചെയ്യപ്പെടുന്ന പൂജ, അവിടെ വന്ന് പ്രത്യേകിച്ചുള്ള പീഠങ്ങളോ ഒന്നുമില്ല. അവിടെ പരാശക്തി വിലസുകയാണ് യഥേഷ്ടം. കാരണം സ്വന്തമായിരിക്കുന്ന ഭർത്താവിൻ്റെ വീട്ടിലാണ് ദേവി ഇരിക്കുന്നത്, വാടക വീട്ടിലല്ല, ആരെങ്കിലും കൽപ്പിക്കപ്പെട്ടിട്ടുള്ള വീട്ടിലല്ല. എല്ലാവർക്കും ശിരസ്സുണ്ട്, എല്ലാവർക്കും സഹസ്രപത്മമുണ്ട്. അങ്ങനെ ശക്തി സ്വന്തം തൻ്റെ വീട്ടിൽ, ശക്തി അവിടെ സാമ്രാജ്യ റാണിയാകുന്നു. ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരേ നമഃ ലളിതാ സഹസ്രനാമത്തിൽ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞു. അവിടെ ശ്രീമത് സിംഹാസനേശ്വരിയായ പരാശക്തി ഇരിക്കുന്നത്. അങ്ങനെയുള്ള ആ പരാശക്തിയാണ് ആദിശങ്കര ഭഗവത്പാദർ പൂജിച്ചു വന്നത്. ജീവന് പലവിധമായ ജന്മങ്ങളിൽ കൂടെയാണ് കടന്നു വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ ജീവൻ
ആൾമോസ്റ്റ് ശുദ്ധമാണ്. പക്ഷേ നമ്മളുടെ പ്രാരബ്ധ കർമ്മവശാലും നാം ഇപ്പോൾ ചെയ്യുന്ന സഞ്ചിതം വർത്തമാനം പ്രാരബ്ധം അല്ല അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ഉണ്ടല്ലോ, ആഗാമി എന്ന് പറയുന്ന കർമ്മമാണ് നാം ഇപ്പോൾ ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോ കർമ്മങ്ങളും. ഇതെല്ലാം ഫ്യൂച്ചറിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? ബാങ്കിലല്ല, പ്രകൃതി എന്ന് പറയപ്പെടുന്ന വലിയ ബാങ്കാണത്. ഈ പ്രപഞ്ചത്തിലാണ് എല്ലാം കെട്ടിക്കിടക്കുന്നത്. നാം ചെയ്യപ്പെടുന്ന എല്ലാ പുണ്യകർമ്മങ്ങളും പാപകർമ്മങ്ങളും എല്ലാം തന്നെ ഈ പ്രപഞ്ചത്തിൽ അങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. ഈ പ്രപഞ്ചത്തിൽ കൂടെ തന്നെയാണ് തിരിച്ച് നമ്മുടെ ജീവനിലേക്ക് അത് കടന്നു വരുന്നത്. അങ്ങനെ ബാഹ്യപൂജയും അന്തരപൂജയും ചെയ്യപ്പെടുന്ന രണ്ട് പൂജയായിട്ടാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. പൂജകളിൽ ബാഹ്യപൂജ, അന്തരപൂജ. ആന്തരികമായി അകത്ത് ചെയ്യപ്പെടുന്ന പൂജ അതിന് പ്രാധാന്യവും ശക്തിയും ജാസ്തിയാണ്. അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുലഭായി എന്ന് പറയപ്പെടുന്നു. അങ്ങനെയുള്ള ആ ജീവന് ചില രഹസ്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് നമ്മൾ. അതായത് ജീവന് പ്രധാനമായി പറഞ്ഞിരിക്കുന്ന 5 അവസ്ഥകളാണ്: ജാഗ്രതാവസ്ഥ, സ്വപ്നാവസ്ഥ, സുഷുപ്താവസ്ഥ, തുര്യാവസ്ഥ, തുര്യാതീതാവസ്ഥ. ആ തുര്യയും തുര്യാതീതത്തെയും ഇട്ടേക്കും, അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഇവിടെ. ജാഗ്രതാവസ്ഥ, സ്വപ്നാവസ്ഥ, സുഷുപ്താവസ്ഥ എന്നുള്ള 3 അവസ്ഥകൾ. ജാഗ്രത എന്ന് വെച്ചാൽ ഉണർന്നിരിക്കുന്ന സമയം. സ്വപ്നാവസ്ഥ എന്ന് വെച്ചാൽ ഉറങ്ങുന്നില്ല പക്ഷേ എണീറ്റിരിക്കുന്നില്ല, ആ ഒരു സ്ഥിതി. സുഷുപ്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായി ഉറങ്ങുന്ന സമയം. അപ്പോൾ അതിന് 3 ശരീരങ്ങൾ ഇത് ഉപയോഗിക്കുന്നു: സ്ഥൂലം, സൂക്ഷ്മം, പരം. ജാഗ്രതാവസ്ഥയിൽ സ്ഥൂലം എന്ന ശരീരത്തെയും, സ്വപ്നാവസ്ഥയിൽ സൂക്ഷ്മം എന്നുള്ള ശരീരത്തെയും, സുഷുപ്താവസ്ഥയിൽ പരം എന്ന് പറയുന്ന ശരീരത്തെയുമാണ് ഈ ജീവൻ ഏറ്റു നടത്തുന്നത്. അങ്ങനെയുള്ള ആ ജീവന് പ്രത്യേകമായ പേരുമുണ്ട്. സ്ഥൂല ശരീരത്തിൽ ജാഗ്രതാവസ്ഥയിൽ ഇരിക്കുമ്പോൾ ആ ജീവന് വിശ്വാൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. സൂക്ഷ്മ ശരീരത്തിൽ സ്വപ്നാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് തൈജസൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. സുഷുപ്താവസ്ഥയിൽ പരാവസ്ഥയിലാണ് നിൽക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പേരാണ് പ്രാജ്ഞൻ. സുപ്ത പ്രാജ്ഞാത്മിക ദുഗ്ധ സർവാവസ്ഥ വിവർജിതായേ നമഃ ലളിതാ സഹസ്രനാമത്തിൽ കേൾക്കാം, പുണ്യനാമം. അങ്ങനെ സ്ഥൂലം, സൂക്ഷ്മം, പരം, അതായത് ജാഗ്രതാവസ്ഥ, സ്വപ്നാവസ്ഥ, സുഷുപ്താവസ്ഥ, വിശ്വാൻ, തൈജസൻ, പ്രാജ്ഞൻ എന്നുള്ള പേരിലുള്ള ഈ ജീവൻ പ്രാണന്റെ ശക്തിയോടുകൂടി, പ്രാണാകാരയായ ശീർഷവർണിയായാണ് പരാശക്തി ഇരിക്കുന്നത്. ആ പ്രാണന്റെ ശക്തിയോടുകൂടിയാണ് ചലിക്കുന്നത്. പ്രാണൻ വായുവിൽ പ്രതിഷ്ഠിതനാകുന്നു, ആ വായു ഹൃദയത്തിൽ പ്രതിഷ്ഠിതനാകുന്നു. അങ്ങനെയാണ് സിദ്ധാന്തങ്ങൾ. അപ്പോൾ എല്ലാത്തിനും കാരണമായും എല്ലാമായും ഇരിക്കുന്ന ഈ ശരീരത്തെ കൊണ്ട് തന്നെ, ഈ ശരീരത്തിലൂടെ നാം അനുഭവിക്കുന്ന ഓരോ ചലനങ്ങളെയും, വാക്കുകളെയും, സ്പർശനത്തെയും, കേൾക്കുന്നതിനെയും എല്ലാത്തിനെയും പരാശക്തിക്ക് സമർപ്പണം ചെയ്ത് ഒരു മനുഷ്യൻ അവനവൻ്റെ ദിനചര്യ കൊണ്ട് നടത്തുകയാണെങ്കിൽ പവിത്രനായിത്തീരുന്നു, പുണ്യവാനായിത്തീരുന്നു, മഹായോഗിയായിത്തീരുന്നു. ഒടുവിൽ കൈവല്യം എന്ന് പറയപ്പെടുന്ന മോക്ഷഹേതുവായിരിക്കുന്ന പാതയിലേക്ക് ഈ ജീവനെ വലിച്ചു കൊണ്ടുപോകാൻ അല്ലെങ്കിൽ സ്വീകരിച്ചു കൊണ്ടുപോകുവാൻ ഈ യജ്ഞാദികൾ ഉപകരിക്കും. ഇപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നാം സംസാരിക്കുന്ന എല്ലാം മന്ത്രജപമായി തീരണം. ഇതിൻ്റെ അർത്ഥം നല്ല വാക്കുകൾ സംസാരിക്കണം എന്നുള്ള ഒരു പ്രീ കണ്ടീഷൻസ് ഇവിടെയുണ്ട്. ഓക്കെ, എല്ലാ സമയത്തും നല്ല വാക്ക് സംസാരിച്ചുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ല. നമ്മൾ സാധാരണ മനുഷ്യരാണ്, സാധാ ജീവികളാണ്. പശു എന്നുള്ള പേരിലാണ് നമ്മളെല്ലാം ദേവലോകത്തിൽ അറിയപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരു സാധാരണ ജീവിയായി നാം മനുഷ്യനായി ജീവിക്കുമ്പോൾ ഞാൻ സംസാരിക്കുന്ന എല്ലാം തന്നെ നിനക്ക് മന്ത്രമയമായി തീരട്ടെ. അപ്പോൾ ദേവി മന്ത്രത്തെ മാത്രമേ സ്വീകരിക്കുള്ളൂ, അമന്ത്രങ്ങളെ സ്വീകരിക്കുന്നില്ല, റിജക്റ്റ് ചെയ്യും. ഈ ഭാവം കൊണ്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ സംസാരത്തിൽ നമുക്ക് തന്നെ ഒരു കൺട്രോൾ കിട്ടുകയും ചെയ്യും. രണ്ടാമത്, ഞാൻ ഒരു അസഭ്യവും സംസാരിച്ചിട്ടില്ല എന്നുള്ള ഒരു ബോധം നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ ഉണ്ടാവുകയും ചെയ്യും. കാരണം നമ്മൾ പറയുന്നതെല്ലാം തന്നെ ശക്തിക്ക് അല്ലെങ്കിൽ പരാശക്തിയുടെ മന്ത്രങ്ങളാകുന്നു എന്നുള്ള ഭാവനയോട് കൂടിയാണ് സംസാരിക്കുന്നത്. പറ്റുമെങ്കിൽ പരമാവധി സംസാരിക്കാതെ കൊണ്ടിരിക്കുക. അനാവശ്യമായ ഒരു വർത്തമാനം പറയാതിരിക്കുന്നതാണ് ശ്രേഷ്ഠം. അത് തന്നെ ഒരു വലിയ തപസ്സാണ്. മൗനവ്രതമായി എടുക്കാന്നുള്ള ആവശ്യമില്ല. വ്രതം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് എന്നാണ് അർത്ഥം. ഒന്നും സംസാരിക്കാതെ മൗനമായിരിക്കുന്നതിന് മൗനവ്രതം എന്ന് പറയുന്നു. അത് പേപ്പറിൽ എഴുതി കാട്ടുകയോ സ്ലൈഡിൽ എഴുതി കാട്ടുകയോ ചെയ്ത് കഴിഞ്ഞാൽ പോയി. അവിടെയും ഇൻറ്റൻഷൻ പ്ലേസ് ദ റോൾ. മനസാവാച കർമ്മണ 3 വിധത്തിലാണല്ലോ കർമ്മങ്ങൾ. അങ്ങനെ സംസാരിക്കുന്നതെല്ലാം തന്നെ നിനക്കുള്ള മന്ത്രമായി തീരണം. രണ്ടാമത്, ശരീര അംഗചലനങ്ങളെല്ലാം തന്നെ നിനക്കുള്ള മുദ്രകളായി തീരണം. പല മുദ്രകളുണ്ട്, 1-2 അല്ല. വളരെ പ്രാധാന്യമുള്ളതാണ് ദശമഹാവിദ്യ അല്ലെങ്കിൽ ദശമുദ്ര എന്ന് പറയപ്പെടുന്നത്. അടുത്ത് നടക്കുന്നതാണ്. നാം നടക്കുന്നതെല്ലാം തന്നെ പരാശക്തിയുടെ ക്ഷേത്രങ്ങൾക്കോ പരാശക്തിക്കോ ചെയ്യുന്ന നമസ്കാരമായി തീരണം. മനുഷ്യനുള്ള കാല് എന്ന് പറയപ്പെടുന്നത് 10ാം ഭാവമാണ് ഈ മുട്ടിച്ചിരട്ട അല്ലെങ്കിൽ ഈ മുട്ട്.
നീ ക്യാപ്പ്. ഈ മുട്ട് ശരിയില്ലെങ്കിൽ നടക്കാൻ പറ്റില്ല ആർക്കും. ജ്യോതിശാസ്ത്രത്തിൽ 10ാം ഭാവത്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്, ഈ മുട്ടിൻ്റെ ഭാഗത്തിന്. അതായത് കർമ്മം. 10ാം ഭാവം എന്ന് വെച്ചാൽ കർമ്മമാണല്ലോ. ഈ കർമ്മം, നാം ചെയ്യപ്പെടുന്ന എല്ലാ കർമ്മവും നമ്മൾ കാലുകൊണ്ട് നടന്നിട്ടാണ് ചെയ്യുന്നത്, മോസ്റ്റ് ഓഫ് കർമ്മങ്ങൾ അല്ലേ. അപ്പോൾ അതെല്ലാം തന്നെ പരാശക്തിയുടെ ക്ഷേത്രങ്ങളെ തീർത്ഥാടനം ചെയ്യുന്നതിന് സമമായി തീരണം. ഞാൻ നിൻ്റെ ക്ഷേത്രത്തിൽ, ഈ ലോകം തന്നെ, ഈ ഭൂലോകം തന്നെ ഒരു ക്ഷേത്രമാകുന്നു. ഞാൻ ദിവസവും ധ്യാനിക്കുമ്പോൾ അല്ലെങ്കിൽ പൂജ ചെയ്യുമ്പോഴെല്ലാം മഹാകൈലാസത്തിൽ പോയി വരും. എൻ്റെ ഈ ഭൂശരീരം വെച്ചുകൊണ്ട് തന്നെ ഞാൻ മാനസികമായി നേരെ കൈലാസത്തിലേക്ക് പോകും. നാം പോകുമ്പോൾ തന്നെ അവിടെ കാണുന്നത് ആദ്യം തെക്ക് മുഖമായിരിക്കുന്ന പരമേശ്വരനെയാകുന്നു. തെക്ക് മുഖത്തിലൂടെയാണ് നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കുന്നത്. പിന്നീട് പോകുന്നത് പ്രദക്ഷിണമായി പോകുമ്പോൾ പടിഞ്ഞാറാണ് വരിക. പടിഞ്ഞാറുള്ള മുഖം ദർശനം ചെയ്യും. അതിനുശേഷം നോർത്ത് വരും, വടക്ക്. വടക്കിൽ ഉമാമഹേശ്വരനായിട്ടാണ് ഭഗവാൻ ദർശനം നൽകുന്നത്. പാർവതി പരമേശ്വരനായി ദർശനം തരുന്ന സ്ഥലമാണ് വടക്ക് ഭാഗം. അതാണ് നമ്മൾ ഈ മോസ്റ്റ് ഓഫ് ദ ചിത്രങ്ങളിലും കൈലാസം എന്ന് പറഞ്ഞാൽ തന്നെ കാട്ടുന്ന പിക്ചർ ഉണ്ടല്ലോ, അതാണ് ഉമാമഹേശ്വര സ്വരൂപമായിരിക്കുന്ന. അതിനുശേഷം കിഴക്ക് ഭാഗത്താണ്. കിഴക്ക് ഭാഗത്ത് ഒരു പാർശ്വമായിട്ട് ദർശിക്കാൻ സാധ്യമാകുള്ളൂ, നടന്നു പോകാൻ അവിടെ ഫുള്ളായിട്ട് കാണാൻ സാധ്യമല്ല. അത് ഈ ശിവലിംഗത്തിൻ്റെ തീർത്ഥവല്ലി മാതിരി നീണ്ടു പോയിക്കൊണ്ടിരിക്കും, ഒരു മലനിര. അപ്പോൾ ഇതങ്ങനെ കണ്ടുവന്ന് നമസ്കരിക്കും. നമസ്കരിച്ച് തിരിച്ച് ഈ ആത്മാവിനെ അല്ലെങ്കിൽ ജീവനെ സ്വശരീരത്തിലേക്ക് തന്നെ കൊണ്ടിരുത്തും. ഇത് ദിവസവും ചെയ്യുന്ന ക്രിയയാണ്. ഇത് കിടന്നുകൊണ്ട് ചെയ്യാം, ഉറങ്ങിക്കൊണ്ട് ചെയ്യാം, നടന്നുകൊണ്ട് ചെയ്യാം, എണീറ്റ ഉടനെ ഇത് ചെയ്യാം. ഇങ്ങനെ ഏത് സമയത്തും ഭഗവാനുമായിട്ട് നമ്മൾ എപ്പോഴും 24/7 നിന്നുകൊണ്ട് നമുക്ക് ശുദ്ധമില്ല ആചാരം ഒന്നും ആവശ്യമില്ല. എല്ലാം ദൈവസമർപ്പണമായി ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ പ്രധാനമായിരിക്കുന്ന ഈ 6 തത്വങ്ങളെ ഐക്യധ്യാനം ചെയ്യുമ്പോൾ ഒരുവനിൽ താൻ ആത്മാവാണ്, ശരീരമല്ല. എൻ്റെ ആത്മാവെന്ന് പറയുന്നത് ദൈവത്തിന് ചെയ്യുന്ന പൂജ പുനസ്കാരാദികൾക്ക് സമമാകുന്നു എന്നുള്ള ചിന്തനോട് കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ധന്യമായി. ഈ ശരീരം ഉള്ളിടത്തോളം കാലം ജീവനോ ആത്മാവിനോ ശുദ്ധി ലഭിക്കുന്നത് കഷ്ടമാണ്. കാരണം ശരീരം മുഴുവനും അശുദ്ധക്രിയകൾ കൊണ്ട് തന്നിരിക്കുന്നതാണ്. വികാരാദികളെല്ലാം തന്നെ നമ്മൾ അശുദ്ധമാക്കും. എൻവയറമെൻ്റലി വിൽ ഗെറ്റ് ബ്ലെമിഷസ്. അങ്ങനെ പല രീതിയിൽ വരാം. അതുകൊണ്ടാണ് നാം നടന്നു പോകുന്നതെല്ലാം തന്നെ പരാശക്തിക്ക് അല്ലെങ്കിൽ പരാശക്തിയുടെ ക്ഷേത്രത്തിന് വെക്കുന്ന നമസ്കാരമായി തീരണം. അതേപോലെ തന്നെ ഈ കൈലാസത്തിൽ ചെന്ന് കഴിഞ്ഞ ശേഷം അവിടെ ഒരു ചെറിയൊരു സോഫ സെറ്റ് ഇട്ടമാരി ഉണ്ടാവും മുകളിൽ. പാമ്പിൻ്റെ പത്തി ഉള്ളതുപോലെ തന്നെ കാണാൻ പറ്റും, പ്രത്യക്ഷമായി കാണാൻ പറ്റും. ഞാൻ നമ്മുടെ വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട് ആ പിക്ചേഴ്സ് എല്ലാം. അതിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. എക്സാക്ട്ലി, ഐ ആം നോട്ട് എക്സാജറേറ്റിംഗ്. ഒരു സോഫ സെറ്റ്, 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സോഫ സെറ്റ് ഐസിൽ തന്നെ നിർമ്മിച്ച് അവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ ശക്തി പാർവതി പരമേശ്വരനായിട്ട് ഇരിക്കുന്ന രൂപത്തെ സങ്കല്പിച്ച് ഗണപതി എങ്ങനെ പാർവതി പരമേശ്വരനെ പ്രദക്ഷിണം വെച്ച് ലോകത്തെ പ്രദക്ഷിണം വെച്ചതിന് സമമായി തീരുന്നു, അതുപോലെ തന്നെ ഞാനും ഒരു പ്രദക്ഷിണം വയ്ക്കും. 3 പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞാൽ മോക്ഷം കിട്ടും. അപ്പോൾ അതിൻ്റെ ആവശ്യം ഇപ്പം ഇല്ല. എന്തായാലും ഈ സൗന്ദര്യലഹരിയൊക്കെ കഴിഞ്ഞ് തീരട്ടെ. അപ്പോൾ ഒറ്റ പ്രദക്ഷിണമാണ്, ഒരു റൗണ്ട് അടിച്ച് തിരിച്ചെത്തും പെട്ടെന്ന്. പിന്നെ അത്രയും സമയമുള്ളൂ. പണ്ടത്തെ പോലെയുള്ള സമയമല്ലല്ലോ, കാലമല്ലല്ലോ ഇപ്പോൾ. അങ്ങനെ നാം നടക്കുന്നതെല്ലാം തന്നെ പരാശക്തിയെ പ്രദക്ഷിണം വയ്ക്കുന്നതിനും അല്ലെങ്കിൽ ഈ ലോകത്തെ, ഈ പ്രപഞ്ചത്തെ തന്നെ പ്രദക്ഷിണം വയ്ക്കുന്നതിന് സമമായി തീരട്ടെ. അടുത്തതാണ് ഭക്ഷണം. ഭക്ഷണം കഴിക്കാതിരിക്കാൻ ഒരിക്കലും സാധ്യമല്ല. കലിയുഗത്തിൽ എല്ലാവരുടെയും ജീവൻ നിലനിൽക്കുന്നത് ഭക്ഷണത്തിലൂടെയാണ്. പിന്നെയുള്ള എക്സെപ്ഷൻസ് ആണ് യോഗികൾ. യോഗികൾക്കും ആഹാരം കഴിക്കണം. ആർക്കും ആഹാരം കഴിക്കാതെ ജീവിക്കാൻ സാധ്യമല്ല. ജീവൻ ഉണ്ടെങ്കിൽ, ശരീരമുണ്ടെങ്കിൽ ആഹാരം കഴിക്കുന്നത് നിയമമാണ്. അത് ഒരു പാവമോ പുണ്യമോ അല്ല, ഇത് പ്രക്രിയയാണ്. യോഗികൾ ശിരോപത്നത്തിൽ നിന്നും സ്രവിക്കുന്ന, ചന്ദ്രമണ്ഡലത്തിൽ നിന്നും സ്രവിക്കുന്ന അമൃതത്തെ പാനം സേവിച്ച് ജീവിക്കുന്നു. കൃതയുഗം, ത്രേതായുഗം, ധാവരയുഗം, കലിയുഗം, ഓരോ യുഗങ്ങളിൽ ശരീരം ഓരോ രീതിയിലാണ് ജീവിച്ചു പോരുന്നത്. കലിയുഗത്തിൽ അന്നാഹാരാദികൾ ഇല്ലാതെ കണ്ട് ശരീരത്തെ നിലനിർത്തുവാൻ വളരെ പ്രയാസമാണ്. ടു സം എക്സ്റ്റെന്റ് നമുക്ക് ജീവിക്കാൻ പറ്റും, പക്ഷേ ഒടുവിൽ അത് മരിച്ചു പോകും. അതുകൊണ്ട് യോഗധ്യാനം ചെയ്ത് അന്തരമായി തന്നെ അമൃതത്തെ ശ്രവിച്ച് ജീവിച്ചു കൊള്ളാൻ ശ്രമിക്കണം. അങ്ങനെ നാം കഴിക്കുന്ന എല്ലാ ഭക്ഷണവും, ഏത് രീതിയിൽ കഴിക്കുന്ന ഭക്ഷണമായാലും വിരോധമില്ല. എല്ലാം ഭഗവാന്റെ ഒരു ചണ്ഡികാ ഹോമം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, പല ഹോമങ്ങൾ കണ്ടു കാണും. ഒരു ചതുരാകൃതിയിലുള്ള കുണ്ടമാണ് ഈ മൂലാധാര പത്മം എന്ന് പറയുന്ന ചതുരാകൃതിയിലുള്ള ഒരു അഗ്നികുണ്ഡമാണ്. അതിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കുണ്ടലി ശക്തി എന്ന് പറയുന്ന പ്രാണസ്വരൂപിണിയായ പരാശക്തി. അപ്പോൾ ആ ദേവിക്ക് നമ്മൾ അന്നായ സ്വാഹ, അമൃതായ സ്വാഹ, ചോറാണോ സാമ്പാർ റൈസാണോ സാമ്പാർ റൈസ് സ്വാഹ, പായസമാണോ പായസം സ്വാഹ, അങ്ങനെ എല്ലാം കഴിക്കുന്ന കയ്യിൽ അന്നം തട്ടിയ ആ നേരം കൊണ്ട് തന്നെ ആ വിചാരം വരണം. ഉടനെ തന്നെ നമ്മൾ നമ്മുടെ ഈ മൂലാധാര പത്മത്തിലുള്ള അഗ്നികുണ്ഡത്തെ ധ്യാനിക്കുകയും
ഈ വായിലൂടെ നമ്മൾ ഇട്ടുകൊടുക്കുന്ന ആഹാരം നാം ഒരു യാഗയജ്ഞകുണ്ഡത്തിലേക്ക് ആഹൂതിയാണ് സമർപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നുള്ള ഭാവനയിൽ വേണം ആഹാരം കഴിക്കാൻ. ഇതുകൊണ്ട് പല നേട്ടങ്ങളുണ്ട്. ജാസ്തി സംസാരിക്കാൻ പാടില്ല, ജാസ്തിയല്ല, സംസാരിക്കാനേ പാടില്ല. മന്ത്രജപം പോലും മനസ്സിനകത്ത് കൊണ്ട് ജപിച്ചുകൊണ്ട് വേണം ആഹാരം കഴിക്കാൻ. പുറത്ത് വായ തുറന്ന് ജപിക്കരുത് എന്നുള്ള നിയമമുണ്ട്. അങ്ങനെ കഴിക്കുന്ന ആഹാരം മുഴുവൻ നിനക്ക് ചെയ്യപ്പെടുന്ന ഹോമാദികളിൽ സമർപ്പിക്കുന്ന ആഹൂതിക്ക് സമമായി തീരട്ടെ, നിനക്ക് ചെയ്യുന്ന ഹോമത്തിന് സമമായി തീരട്ടെ എന്ന് പറയുന്നു. പിന്നെയോ കിടക്കലാണ്. കിടക്കുന്നതെല്ലാം നാം നിനക്ക് ചെയ്യുന്ന നമസ്കാരമായി തീരട്ടെ. മറിഞ്ഞു കിടക്കും, വളഞ്ഞു കിടക്കും, മലർന്നു കിടക്കും, കമിഴ്ന്നു കിടക്കും, പല രീതിയിലുള്ള കിടപ്പുണ്ട്. അതേമാതിരി നമസ്കാരങ്ങളിലും പലവിധമായ നമസ്കാരങ്ങളുണ്ട്. അങ്ങനെയുള്ള നമസ്കാരങ്ങളായി തീരട്ടെ. പിന്നെയോ സുഖാനുഭവം. മനുഷ്യജന്മം എടുത്തു കഴിഞ്ഞാൽ സുഖിക്കണം, സുഖിച്ച് പരമതൃപ്തി അടയണം. അതൃപ്തിയോടുകൂടി ഒരിക്കലും മരിക്കരുത്, അൺഫുൾഫിൽഡ് ആയിട്ട് മരിക്കരുത്. അതാണ് ഈ സൂസൈഡ് കേസെല്ലാം അൺഫുൾഫിൽഡ് ആണല്ലോ. അവരെന്തോ ഒരു സെറ്റ് ബാക്കിലാണ് അവർ മരണത്തെ സ്വീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് അൺഫുൾഫിൽഡ് ആണ്. അൺഫുൾഫിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകമാകാത്ത ഈ ഇളനീര് മാതിരി വെച്ചോളൂ. തെങ്ങിൽ ആദ്യം പൂ വരുന്നു, പിന്നെ അത് ചെറിയ തേങ്ങയുടെ ചെറിയ കഷ്ണമാകുന്നു, പിന്നെ ആണ് വലുതായി 3-6 മാസത്തിനകത്ത് അത് വലിയ പൂർണ്ണമായ തേങ്ങയായി തീരുന്നത് അല്ല. അതിനകത്ത് തേങ്ങ ഉണ്ടാവും, തേങ്ങ ചോറുണ്ടാവും, പാലുണ്ടാവും, അതായത് ഇളനീരുണ്ടാവും, എല്ലാം ഉണ്ടാവും. അത് വന്ന് ഒരു 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസത്തിനകത്ത് നമ്മൾ ആട്ടങ്ങ പറയും. ആ 10-15 ദിവസത്തിനകത്ത് നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. അതിനെക്കൊണ്ട് ഒരു ഉപയോഗം ഇല്ലാണ്ടായിത്തീരും, അതിനകത്തൊന്നും ഇല്ലാണ്ടായിത്തീരുന്നു. അതുമാതിരി ആവരുത്, പൂർണ്ണമാവണം. എല്ലാ സുഖഭോഗങ്ങളെയും നാം അനുഭവിക്കുന്ന നേരത്ത് ഇത് ദൈവമാണ് എന്നിലൂടെ അനുഭവിക്കുന്നത്, ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു ക്രിയയാകുന്നു ഇത് എന്നുള്ള വിചാരം മാത്രം മതി. സത്യം അല്ല എന്താ ധർമ്മമുണ്ടോ അല്ലെങ്കിൽ പാവമാണോ പുണ്യമാണോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ എല്ലാം ദൈവസമർപ്പണം ചെയ്ത് ചെയ്യുമ്പോൾ നമ്മളെ ദൈവം വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. നമ്മളെ ഒരിക്കലും തെറ്റ് ചെയ്യാൻ അനുവദിക്കില്ല. ദേവി പാപമുക്തയായതുകൊണ്ട് ദേവിയുടെ ഭക്തന്മാരെയും പാപമുക്തന്മാരാക്കാൻ ദേവി ശ്രമിക്കും. അങ്ങനെയുള്ള അനുഗ്രഹവും തരും, അതിൽ യാതൊരു സംശയവും വേണ്ട. അങ്ങനെ മനുഷ്യ ശരീരമെടുത്ത് വന്ദിക്കുമ്പോൾ എല്ലാവർക്കും സുഖം ആവശ്യമാണ്. നായിക്ക് സുഖം വേണം, പൂച്ചയ്ക്ക് സുഖം വേണം. എല്ലാവരും അവരൊക്കെ അങ്ങനെ ചുരുണ്ട് പടഞ്ഞ് കിടക്കുന്നത് കാണാം. ഓ എന്തൊരു സുഖമാണ്, എന്തൊരു ഭംഗിയാണ് അതെല്ലാം. കാരണം സുഖം, ദ വേ ദേ ആർ സ്ലീപ്പിംഗ്, ദ വേ ദേ ആർ ഫോൾഡിങ് ദെയർ ലെഗ്സ് ആൻഡ് ഹാൻഡ്സ്, ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ സുഖം വേണ്ട എന്ന് പറഞ്ഞിരുന്ന ഒരു ജീവനും ഈ ലോകത്തില്ല. അവിടെ എല്ലാം സുഖിക്കാൻ വേണ്ടി ജീവിക്കുന്നുണ്ട്. അപ്പോൾ ജീവിതത്തെ സുഖകരമാക്കി തീർക്കുക, ആനന്ദകരമായി തീർക്കുക. അതിനെന്താ വേണ്ടത്? ദുഃഖമായിട്ടുള്ള സിറ്റുവേഷൻസ് ഇല്ലാതായി തീരണം. അപ്പോൾ നാച്ചുറലി സുഖം വരും അല്ലേ. ഇപ്പോൾ വാട്ട് ഈസ് ടെമ്പറേച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെരി സിമ്പിളാണല്ലോ. അല്ലെങ്കിൽ വാട്ട് ഈസ് ചിൽനെസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും സിമ്പിളാണല്ലോ. ടെമ്പറേച്ചർ കമ്മിയായതുകൊണ്ട് ചിൽനെസ് എന്ന് പറയപ്പെടുന്നു, അത്രയും. ചിൽനെസ് ഒന്നും ഇല്ലാതായി തീരുമ്പോൾ ടെമ്പറേച്ചർ എന്ന് പറയപ്പെടും. സെയിം വേ അങ്ങനെ എല്ലാവിധമായിരിക്കുന്ന സുഖഭോഗങ്ങളും, ആഹാരം കഴിക്കലായിക്കോട്ടെ, കിടക്കലാകട്ടെ, കേൾക്കലാകട്ടെ, സ്പർശിക്കലാകട്ടെ, പലവിധമായ മധുരപലഹാരങ്ങൾ കഴിക്കുന്നതാവട്ടെ, ഇഷ്ടമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന എല്ലാം തന്നെ എല്ലാവിധമായ അനുഭവങ്ങളെയും ശക്തിക്ക് ചെയ്യപ്പെടുന്ന പൂജയ്ക്ക് സമമായി തീരണം. അങ്ങനെയുള്ള ഈ 6 വിധത്തിൽ, ഈ 6 വിധമായിട്ടുള്ള മാനസ ഉപചാര പൂജകൾ അല്ലെങ്കിൽ പ്രത്യക്ഷമായ ഉപചാര പൂജകളായി മാറ്റണം നമ്മളുടെ ക്രിയകൾ. ഇതാരും ചെയ്യാതിരിക്കാൻ സാധ്യമല്ല. സംസാരിക്കാൻ സാധ്യമല്ല, നടക്കാതിരിക്കാൻ സാധ്യമല്ല, കിടക്കാതിരിക്കാൻ സാധ്യമല്ല, കൈകാലൊക്കെ കാട്ടി പലവിധമായ അംഗങ്ങളും പല പ്രവൃത്തികളും ചെയ്യാൻ എല്ലാം കൈകാലം ആവശ്യമാണ്. അതൊന്നും ചെയ്യാതിരിക്കാൻ സാധ്യമല്ല. ഭക്ഷണം കഴിക്കാതിരിക്കാൻ സാധ്യമല്ല, ഉറങ്ങാതിരിക്കാൻ സാധ്യമല്ല, സുഖാനുഭവങ്ങൾ ഇല്ലാതിരിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഇതാരും ഒഴിച്ചുകൂടാൻ പറ്റാത്ത 6 വലിയ തത്വമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഭഗവാൻ നൽകിയിരിക്കുന്നത്. ഇത് ഇതിനകത്ത് തന്നെ 6 ശത്രുക്കളുണ്ട്. കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യം എന്ന് പറയുന്ന 6 ശത്രുക്കളുണ്ട്. അവർ 6 പേരെയും നശിപ്പിക്കാൻ ഈ 6 ഉപചാരങ്ങളായി ചെയ്തു കഴിഞ്ഞാൽ തന്നെ മതി. ഇത് നമ്മൾ വേണം, ആവശ്യമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അത് ചെയ്യുന്നതാണിതെല്ലാം. അപ്പോൾ ആ ചെയ്യുന്ന കർമ്മങ്ങളെ മുഴുവൻ പരാശക്തിക്ക് ചെയ്യുന്ന ഉപചാരങ്ങളായി മനസ്സിൽ കണ്ടുകൊണ്ട് ഏതൊരു ഭക്തനാണോ പരാശക്തിയെ വന്ന് ആരാധിക്കുന്നത് ഈ സമയാചാര പൂജയെന്ന്, അവന് തീർച്ചയായും ആത്മജ്ഞാനം ഉണ്ടാകുന്നതാണ്. ആത്മജ്ഞാനം നേടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് മോക്ഷമാണ്. അതിൽ യാതൊരു സംശയമില്ല. ആ മോക്ഷമാണ് ഏറ്റവും വലിയതായിട്ടുള്ള ഒരു അച്ചീവ്മെൻറ്റ് ഒരു ജീവന് അല്ലെങ്കിൽ ആത്മാവിന് ലഭിക്കാൻ പോകുന്ന. ഞാൻ ശരീരമല്ല, ഞാൻ ജീവനാകുന്നു, ഞാൻ ജീവനല്ല, ഞാൻ ആത്മാവാകുന്നു. ഇതന്നെ ആത്മജ്ഞാനം. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അപ്പോൾ ആത്മാവല്ലാതെ കണ്ട് വേറെ ഒന്നുമില്ല. കാരണം എന്താ? ആത്മാവ് മാത്രം നിരന്തരമായിരിക്കുന്നു, മറ്റുള്ളതെല്ലാം നിരന്തരമല്ലാത്തത് കൊണ്ട്. അല്ലാതെ അതില്ല എന്നല്ല പറയുന്നത്. പെന്നില്ല, പെൻസിലില്ല, പുസ്തകമില്ല, കണ്ണാടി ഇല്ല എന്ന് പറയും വിഡിത്തരല്ലേ. അതെല്ലാം ഉണ്ട്, പക്ഷെ അതെല്ലാം ശാശ്വതമല്ല. അതുകൊണ്ട് അവർ ഉണ്ടായിട്ടും വലിയ പ്രയോജനമില്ല എന്നുള്ളത് കൊണ്ട് ഇല്ല എന്ന് തന്നെ തീരുമാനിച്ചു. അത്രയാണ്. അതാണ് വേദാന്തം പറയുന്നത്. നേതി എന്ന് പറയാനും ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറയാനും എല്ലാം ഒരേ അർത്ഥമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇല്ല എന്ന് വെച്ചാൽ അത് ആ ഒരു
വസ്തു ഇല്ല എന്നല്ല അർത്ഥം, അതിനെ കൊണ്ടുള്ള അത്രയേ ഉള്ളൂ അതിന് കപ്പാസിറ്റി, ബിക്കോസ് അത് നശ്വരമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ആത്മജ്ഞാനം ലഭിക്കുവാൻ ഒരു ഭക്തനെ മോക്ഷത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനും ഈ സ്തോത്രം സാധ്യമാകുന്നു. പിന്നീടോ ദേവീ ദർശനം ലഭിക്കുക, ഇത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ദേവീ ദർശനം എങ്ങനെ ലഭിക്കാൻ സാധ്യമാകുന്നു? ഈ 6 ക്രിയകളെയും ശക്തിയോട് സംബന്ധിച്ച് ശക്തിയിൽ തന്നെ വലയം ചെയ്ത് നമ്മൾ ജീവിക്കുമ്പോൾ നാച്ചുറലി നമ്മൾ ദേവിയായി തന്നെ തീരുന്നു. ഇവിടെയാണ് അഹം ആത്മാ ബ്രഹ്മ എന്ന് പറയുന്ന വേദപ്രമാണമായി തീരുന്നത്. അങ്ങനെ എല്ലാം ദൈവത്തിനോട് ഉപമിച്ച് ദൈവമായി തന്നെ ജീവിച്ചു വരുമ്പോൾ ഒരു ദിവസം ദൈവമായി തന്നെ മാറും. അതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അങ്ങനെയാണ് ഈ ആത്മജ്ഞാനം നമുക്ക് ഉണ്ടാകുന്നതും അതിലൂടെ ദേവിയെ ദർശനം ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു. ഈ ദേവി എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്, ആത്മാവെന്ന് പറയുന്നത് ശിവൻ. ശിവനെ കാണാനാണ് ശക്തി ചെല്ലുന്നത്. മൂലാധാരത്തിൽ നിന്ന് എണീറ്റ് പടിപ്പടിയായി 6 പടികളും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭു. അവിടെ പരമശിവൻ സഹസ്രാരപത്നത്തിരിക്കുന്നു, ആത്മസ്വരൂപൻ, പരമാത്മാവെന്നുള്ള പേര് അല്ലേ. അപ്പോൾ ഈ ആത്മാവാണ്, ഞാൻ ജീവനാണ് എന്നുള്ള ബോധം പരമാത്മാവിൽ ലയം ചെയ്ത് കഴിയുമ്പോൾ പ്രജ്ഞ നഷ്ടമായി തീരുന്നു, അല്ലെങ്കിൽ ശരീരത്തിനെ കൊണ്ടുള്ള ഉപയോഗം അവസാനിച്ചിരിക്കുന്നു. അങ്ങനെയാണ് ശക്തി ശിവനിൽ ഐക്യമാകുന്നത്. ശക്തിയിൽ ശിവം ഐക്യമായി കഴിഞ്ഞാൽ ശക്തിയും ശിവനെയും ആർക്കും വേർപെടുത്താൻ സാധ്യമല്ല. ദേ ആർ അപരിച്ഛേദ്യ എന്ന് പറയുന്നിരിക്കുന്നത്. ഈ സ്തോത്രത്തിൽ പറഞ്ഞിരിക്കുന്ന യന്ത്രം ത്രികോണചക്രങ്ങൾ, ത്രിശൂലം കൊണ്ടുള്ള ത്രികോണചക്രം വരച്ച് ഹകാര രകാരീകാരം എന്ന് പറയുന്ന ബീജാക്ഷരങ്ങൾക്ക് നടുവേ ഹ്രീം എന്നുള്ള ബീജാക്ഷര മന്ത്രത്തെയാണ് ഈ സ്തോത്രത്തിന് ഭഗവത്പാദ നൽകിയിരിക്കുന്നത്. ദൈവവാസനയിൽ വളരെ പ്രാധാന്യമാണ്. ഹ്രീം എന്ന് പറയുന്നത് പ്രണവമന്ത്രമാകുന്നു, ശക്തി പ്രണവമന്ത്രം എന്ന് പറയപ്പെടുന്നു. ബ്രഹ്മപ്രണവമന്ത്രം എന്ന് പറയുന്നത് അകാര ഉകാരം അകാരം എന്നുള്ള ഓം. അങ്ങനെ ശക്തിയുടെ അനുഗ്രഹം എല്ലാവർക്കും ലഭിച്ച് പരമസന്തോഷത്തോടുകൂടി ആനന്ദകരമായി ശക്തിയുടെ പൂജ 5 മിനിറ്റോ 10 മിനിറ്റോ ഒരു ദിവസമോ 6 ദിവസമോ എങ്ങനെയെങ്കിലും എല്ലാം ചെയ്യാൻ ശ്രമിക്കണം. അതിനുള്ള ഒരു പ്രയത്നം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് നമ്മളുടേതാവുള്ളൂ. ജപോ ജൽപഹ ശില്പം സകലമപി മുദ്രാവിരചന ഗതി പ്രാദക്ഷിണ്യക്രമണ ശ്മശാനാധ്യാഹൂതിവിധി പ്രണാമ സംവേശ സുഖമഖിലമാത്മർപ്പണദൃശ സപര്യാപര്യായസ്തവ ഭവതു ജന്മേ വിലസിതം. സർവം ജഗദംബാർപ്പണമസ്തു. ഹരി ഓം.